ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. രണ്ട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. വളരെ വേഗത്തിൽ തീരുമാനം എടുക്കണോ അതോ വളരെ പതുക്കെ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് തീരുമാനിച്ചാൽ മതിയോ? അപ്പം ഈ ഒരു വിഷയം എപ്പോഴും നമ്മളൊരു ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. പക്ഷേ സാധാരണ ദിവസങ്ങളിലും നമ്മുടെ ഹാബിറ്റ് കാരണം നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യം നമ്മളെ വളരെയധികം സ്വാധീനിക്കുകയും നമ്മളെ വളർച്ചയെ അത് മുരടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നാം തീരുമാനിക്കേണ്ടത് എന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു അവർ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൾസോ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എങ്ങനെ വളരെ വേഗത്തിൽ തീരുമാനമെടുക്കണോ അതോ ആലോചിച്ച് പതുക്കെ തീരുമാനിച്ചാൽ മതിയോ? ഇതിൻ്റെ പ്രാധാന്യം, ഇങ്ങനൊരു ചിന്ത നമുക്ക് ഉണ്ടാകാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ഒന്ന് കോസ്റ്റാണ്, രണ്ടാമത് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഉണ്ടാകുന്ന ചിലവുകൾ, സമയം, പണം, വിശ്വാസം, ആക്കം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, നമ്മുടെ പ്രവർത്തനത്തിലുള്ള വേഗത, ഇതെല്ലാം തന്നെ നമ്മുടെ ഓവറാൾ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നാം സമയം കൂടുതൽ ചിലവഴിച്ചാണ് തീരുമാനിക്കുന്നത് എങ്കിൽ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിനമുള്ള ചിലവുകൾ നമുക്ക് വർദ്ധിക്കുന്നു. നമ്മളിലുള്ള വിശ്വാസത്തെ നമ്മൾ അത് കാര്യമായി ബാധിക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമുക്കുണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യത്തെ രണ്ടാമത് സ്പീഡ്, മണി ലവ്സ് സ്പീഡ് എന്നാണ് പറയാറ്. നമ്മൾ വളരെ പതുക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നമ്മുടെ കീ ട്രെൻഡ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഉത്സവം നടക്കുന്നു, അപ്പം വില ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വോളിയം കിട്ടും എന്നൊരു തീരുമാനം നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന വളരെ വേഗത്തിലുള്ള തീരുമാനം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരികയും അതേസമയം നമ്മൾ പതുക്കെ എടുക്കുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ വേഗത്തിലാണ് അതേസമയം തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ അപകട സാധ്യത കൂടുതലായിരിക്കും. കാരണം ആ തീരുമാനം തെറ്റായി പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മളെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്ന സംഗതിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ആശയക്കുഴപ്പത്തിൽ ആക്കുന്ന കാര്യം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നത്. ഞാനിപ്പോൾ നടപടി എടുക്കണോ അതോ കുറച്ച് ആലോചിച്ച് ചിന്തിച്ച് നടപടി എടുത്താൽ മതിയോ? അത് ഞാനൊരു ജാഗ്രത പാലിക്കണോ? വളരെ പതുക്കെ തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ചാടിക്കരുത്ത് തീരുമാനം എടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ചില സംഗതി എന്ന് പറയുന്നത്, വേഗത നിങ്ങളെ മുന്നോട്ട് നയിക്കും. വളരെ പെട്ടെന്നാണ് തീരുമാനിക്കുന്നത് എങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതേസമയം അതിൻ്റെ കൃത്യമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥലത്ത് സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. നമ്മൾ തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഇല്ല. അപ്പം നമ്മളൊരു ബാലൻസിങ് ആണ് നമുക്ക് വേണ്ടത്. വേഗതയും അതേസമയം കൃത്യതയും തമ്മിൽ ഒരു ബാലൻസിങ് നമ്മൾ തീരുമാനത്തിൽ വേണം. അതെങ്ങനെയെന്ന് നമുക്ക് ഈ ഫർദർ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചട്ടക്കൂട് വേണം. നമുക്കൊരു ഫ്രെയിം വർക്ക്, നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു ഫ്രെയിം വർക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ ജോലിയിൽ വർക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് റിസൈൻ ചെയ്യണമോ അത് കണ്ടിന്യൂ ചെയ്യണമോ എന്നുള്ള വളരെ വലിയൊരു തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം വർഷങ്ങളോളം ആലോചിച്ച് എടുക്കുന്ന തീരുമാനമാണ്. വളരെയധികം റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള തീരുമാനമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടാകുന്നതും ഭാവിയിലുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനും അത് നമ്മളെ സഹായിക്കും. നമുക്ക് ആ ഒരു ചട്ടക്കൂട്
നോക്കാം. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ വിഷയത്തെ നമ്മൾ 3ആയി തരംതിരിക്കണം. കുറഞ്ഞ അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇടത്തരം അപകട സാധ്യതയുള്ള കാര്യം എന്തൊക്കെയാണ് എന്ന് നോക്കണം. ഉയർന്ന അപകട സാധ്യതയുള്ളത് എന്താണ് എന്ന് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ളത് ഉയർന്ന അപകട സാധ്യതയുള്ളതും നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടാൻ സാധ്യതയില്ലാത്തതുമായ ചില തീരുമാനങ്ങളാണ്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം നമുക്ക് കുറഞ്ഞ അപകട സാധ്യതയുള്ള തീരുമാനം എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. അപ്പം കുറഞ്ഞ അപകട സാധ്യത ഉള്ളതിനെ നമുക്ക് വേഗത്തിൽ തീരുമാനിക്കാൻ പറ്റും. കുറഞ്ഞ അപകട സാധ്യത നമുക്ക് എടുത്ത് തെറ്റിപ്പോയാലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ദൈനംദിനമുള്ള തിരഞ്ഞെടുപ്പുകൾ, നമുക്ക് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ഡേ ടു ഡേ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ഡേ ടു ഡേ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് റിപ്പീറ്റബിളാണ്, നമുക്ക് റിവേഴ്സിബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം, ആ തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ നമുക്ക് തിരുത്താനായിട്ടൊരു അവസരം കിട്ടും. അപ്പോൾ അപകട സാധ്യത അത്തരം തീരുമാനങ്ങൾക്ക് കുറവായതുകൊണ്ട് അത് വെച്ച് നീട്ടാതെ തന്നെ 1 മണിക്കൂറിനകത്ത് തന്നെ തീരുമാനിച്ച്, ഇപ്പോൾ ഫയലാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വിടുക. അപ്പോൾ അത്തരം തീരുമാനങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ തീരുമാനിക്കുക. അപ്പോൾ തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫയൽ തിരിച്ച് വിളിച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു അടിയന്തര പ്രതികരണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യണം, അതാണ് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് അതങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പം ഇവിടെ നമ്മളുടെ അവബോധവും നമ്മുടെ ഗട്ട് ഫീലിങ്ങും മുൻകാല അനുഭവങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്ന സംഗതികളെ, നമുക്ക് നമ്മുടെ തലച്ചോറ് കൊണ്ട് തീരുമാനിക്കാവുന്ന സംഗതികളെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ചെറിയ ചെറിയ വാങ്ങലുകൾ നമ്മൾ ദിവസങ്ങളോളം ആലോചിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നടത്താം. പതിവായിട്ടുള്ള അപ്രൂവൽസ്, നമുക്ക് ഒരു പദ്ധതി നടപ്പാക്കണം, ആ നടപ്പാക്കുന്നതിൽ നമ്മൾ പതിവായി ഈ പദ്ധതി ചെയ്യുന്നതാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് അംഗീകാരം നമ്മൾ വെച്ച് താമസിപ്പിക്കുക പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒപ്പിട്ട് കൊടുക്കുക. PR പബ്ലിക് റിലേഷനുമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങനെ അപകട സാധ്യത കുറഞ്ഞ സംഗതികൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 1, 2, 3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് തീരുമാനിച്ച് ചെയ്യാവുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് അപകട സാധ്യത കുറഞ്ഞ കാര്യങ്ങളാണ്. ഡേ ടു ഡേ പല ഓഫീസിലും പല ആൾക്കാരും ഇത്തരം വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് അതിനെ കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ അപകടം കുറഞ്ഞ തീരുമാനമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനമെടുത്ത് അതിനെ മുന്നോട്ട് നീക്കുന്നതാണ് ഏറ്റവും ഉചിതം. രണ്ടാമത്തത് ഇടത്തരം അപകട സാധ്യതയുള്ളതാണ്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് തെറ്റിയാൽ നമുക്ക് ഒരു തരത്തിൽ വളരെ തെറ്റില്ലാത്ത ഒരു പണി കിട്ടുന്ന സംഗതിയെ നമുക്ക് ഇടത്തരം പ്രോബ്ലം ഉള്ളതാണെന്ന് തീരുമാനമാണെന്ന് പറയാം. അതിന് മിതമായ വേഗത ആ ഒരു തീരുമാനത്തിൽ നമ്മൾ എടുക്കണം. പെട്ടെന്ന് ചാടിക്കയറി തീരുമാനിക്കുകയും ചെയ്ത് ദിവസങ്ങളോളം മാസങ്ങളോളം വെച്ച് താമസിപ്പിക്കുകയും ചെയ്യരുത്. അതിനൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ റിസ്ക് ഫാക്ടർ നമ്മൾ വളരെ ആലോചിച്ച് ചെയ്യണം. അപ്പം മിതമായ വേഗതയിൽ ഇടത്തരം അപകട സാധ്യതയുള്ള ഇതിന് നമുക്കൊരു മിതമായ വേഗത എന്ന് പറഞ്ഞാൽ 1, 2, 3 ദിവസങ്ങൾ കൊണ്ട് തീരുമാനിക്കുക. പ്രധാനമായിട്ടും നമ്മൾ ഒരു രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ ഇൻഫർമേഷനോടൊപ്പം തന്നെ മറ്റ് ഡാറ്റാസ്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, പിന്നെ നമ്മളുടെ ടീമുമായിട്ട് ഒന്ന് ആലോചിച്ച് നമ്മൾ ടീമിനെ ഒന്ന് വിളിച്ച് ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒരു ആശയവിനിമയം നടത്തി നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ഇടത്തരം അപകട സാധ്യതയുള്ള കാര്യങ്ങളെ നമുക്ക് 1, 2, 3 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രിയിലെ ഉറക്കം കൊണ്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു
നിയമനം നടത്തണം. ഒരു ലോവർ കാറ്റഗറിയിലുള്ള ഒരു ജോബിന് നമ്മളൊരു നിയമനം നടത്തണം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അംഗീകാരം നടത്തണം. ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റ് നമുക്ക് അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വായിച്ച് നോക്കുക, നല്ല രീതിയിലൊന്ന് ആലോചിക്കുക, പിറ്റേ ദിവസം ഒന്നും കൂടെ അനലൈസ് ചെയ്യുക, അതിൻ്റെ പ്രോബ്ലം ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, എന്നിട്ട് മൂന്നാമത്തെ ദിവസം അത് ഒപ്പിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ തീരുമാനം വളരെ ഫാസ്റ്റായിരിക്കും. പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉത്സവങ്ങൾക്കോ മറ്റുമൊക്കെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന തീരുമാനങ്ങൾ നമ്മളുടെ കമ്പനിയുടെ വരവിനെ തന്നെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, വില മാറ്റം, പ്രോഡക്റ്റ് മാറ്റം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സമയമെടുത്ത് തന്നെ ചിന്തിച്ച് തീരുമാനിക്കണം. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മുടെ സ്ഥാപനത്തിലും നമുക്കും പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ്. പക്ഷേ അതൊരു ഇടത്തരം പ്രോബ്ലം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ എടുക്കുന്ന തീരുമാനം 2-3 ദിവസത്തിനകത്ത് എടുത്തിരിക്കണം. കൂടുതൽ കാലം വെച്ച് നീട്ടാൻ പാടില്ല. ഒരു രാത്രിയിലെ ഉറക്കം തന്നെ സഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ ഉയർന്ന അപകട സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ മന്ദഗതിയിലുള്ള തന്ത്രപരമായ തീരുമാനങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്. വളരെ തന്ത്രപരമായിരിക്കും നമ്മളെടുക്കുന്ന തീരുമാനം. നമ്മളെയും നമ്മുടെ ഓർഗനൈസേഷൻ്റെയും ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ച് വേണം എടുക്കാനായിട്ട്. അതിനുവേണ്ടി നാം സ്വീകരിക്കേണ്ട തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നോളജ്, നമ്മുടെ ഗട്ട് ഫീലിംഗ്, അത് കൂടാതെ തന്നെ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഡാറ്റ നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കണം. പിന്നെ ഓഹരി ഉടമകളുമായിട്ട് നമ്മുടെ ആശയം കൺവേ ചെയ്ത് നമ്മുടെ അതേ ലൈനിലാണ് അവർ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം നമ്മളെടുക്കുന്ന തീരുമാനം നമ്മളുടെ സ്ഥാപനത്തിനെ, എൻ്റെ പ്രവർത്തനത്തെ, സന്തുലിതാവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അതിൽ നിക്ഷേപിച്ചവർ വളരെ വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത്തരം റിസ്കി ആയിട്ടുള്ള തീരുമാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ്, ടോപ്പ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവരെ ഈ ഒരു തീരുമാനത്തിൽ ഉൾപ്പെടുത്തുക. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയ പർച്ചേസുകൾ, വലിയ റിയൽ എസ്റ്റേറ്റ് പർച്ചേസ് നടത്തുന്നു, കമ്പനികൾ തമ്മിൽ ലേലം നടത്തുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ലീഡർഷിപ്പിൻ്റെയോ നയങ്ങൾ മാറ്റുന്നു. നമുക്കൊരു നയത്തിൽ നമ്മൾ പോവുകയാണ്, ആ നയം പോളിസീസ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. കമ്പനിയുടെ ദീർഘകാലം, ഇപ്പോൾ 10 വർഷത്തെ നമ്മുടെ ഒരു വിഷൻ നമുക്കുണ്ട്, ആ ഒരു വിഷൻ പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയും ആ ഡീൽ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവരുടെ ഇൻപുട്ടും കൂടെ സ്വീകരിച്ചു കൊണ്ടുവേണം ആ ഒരു തീരുമാനമെടുക്കാൻ. നമുക്കിവിടെ ഒരു 10 ദിവസമോ 20 ദിവസമോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ലയനം പോലെയുള്ള സംഗതികൾ 2-3 മാസങ്ങളെടുത്ത്, ഒരു ക്വാർട്ടർ ഫുള്ള് എടുത്ത് നമ്മൾ ആലോചിച്ച് പഠിച്ച് നമ്മൾ തീരുമാനത്തിലെത്തി പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ വേണ്ട ആൾക്കാരെല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എപ്പോഴും റിസ്കി ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാരവും തീരുമാനം എടുക്കുന്ന വ്യക്തിയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത്, തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മളുടെ ആ ഒരു വിഷയത്തെ മൂന്നിൽ ഏതെങ്കിലും ഒരു ബക്കറ്റിൽ ഉൾപ്പെടുത്തണം. ഒന്ന് കുറഞ്ഞ അപകട സാധ്യതയുള്ളത്, രണ്ടാമത്തെ ഇടത്തരം അപകട സാധ്യതയുള്ളത്, ഉയർന്ന അപകട സാധ്യതയുള്ളത്. അപ്പോൾ കുറഞ്ഞ അപകട സാധ്യതയുള്ളതാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ പരമാവധി 2-3 മണിക്കൂറിനകത്ത് തീരുമാനമെടുത്ത് അതിനെ മുന്നോട്ട് വിടുക. അത് വെച്ചുകൊണ്ടിരിക്കരുത്, അത് കൂടുതൽ ഭാരമായി മാറുകയാണ് ചെയ്യുന്നത്. ഇടത്തരം അപകട സാധ്യതയുള്ളത് ഒരു രാത്രി ഉറക്കത്തിലൂടെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തീരുമാനിക്കുക, അല്ലെങ്കിൽ പരമാവധി 3 ദിവസം കൊണ്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് വിടുക. പിന്നെ തീരെ അപകട സാധ്യതയുള്ളത് നമ്മളൊരു 10 ദിവസമോ 20 ദിവസമോ പരമാവധി 3 മാസത്തിനകത്തോ തീരുമാനിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് കൂടിയാലോചിച്ച് നമ്മൾ ഒരു ഫൈനൽ തീരുമാനത്തിലെടുത്ത് ആ തീരുമാനത്തിൽ പിന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ തീരുമാനം എടുക്കാൻ വേണ്ടി നാം ഫോളോ ചെയ്യേണ്ട ഒരു ചട്ടക്കൂട്. ഇനിയുള്ളത് നാം പൊതുവായി സ്വീകരിക്കേണ്ട ചില തന്ത്രങ്ങൾ, ഒരു 5 തന്ത്രങ്ങൾ നമുക്ക് പറയാം.
നമ്മൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇമ്പാക്റ്റ് ലെവൽ മനസ്സിലാക്കണം. വളരെ നിസ്സാരമായിട്ടുള്ളതാണോ, ഒരു ഇടത്തരമാണോ, വളരെ സിവിയർ ആയിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കണം. ഇത് തെറ്റിദ്ധരിച്ചാൽ അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും മോശമായിട്ടുള്ളത്, നമ്മളെ കമ്പനി പൂട്ടിപ്പോകും, തകർന്നു പോകും എന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇമ്പാക്റ്റ് ലെവൽ ആദ്യം മനസ്സിലാക്കണം. പിന്നെയുള്ളത് ഒരു സമയപരിധി നിശ്ചയിക്കണം. ഒരു കാര്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇമ്പാക്റ്റ് ലെവൽ കുറഞ്ഞ കാര്യങ്ങൾ 1 മണിക്കൂറിനകത്ത്, പരമാവധി 1 മണിക്കൂറിനകത്ത് തീരുമാനിച്ച് വിടുക. അതേസമയം ഒരു മിഡ് ലെവലിലുള്ള തീരുമാനങ്ങളാണെങ്കിൽ 1 ദിവസം കൊണ്ട് തീരുമാനിക്കുക, പരമാവധി 3 ദിവസം കൊണ്ട് തീരുമാനിക്കുക. അതേസമയം വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമ്പാക്റ്റ് ലെവൽ വളരെ കൂടിയതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10 ദിവസത്തിനകത്ത് തീരുമാനിക്കാം, അല്ലെങ്കിൽ പരമാവധി ഒരു 3 മാസത്തിനകത്ത് ലേനം പോലെയുള്ള വലിയ സംഗതികൾ ഒരു 3 മാസത്തിനകത്ത് തീരുമാനിച്ച് അതിനെ ഫൈനലി സ്റ്റിക്ക് ഓൺ ചെയ്യണം. പിന്നെയുള്ളത് ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും നിങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതിനുവേണ്ടി ടീമിനെ എംപവർ ചെയ്യുകയും ടീമിലെ വ്യക്തികളോട് അത് കൺവേ ചെയ്യുകയും തീരുമാനങ്ങൾ അവർ തന്നെ ചെറിയ ചെറിയ ഇമ്പാക്റ്റ് ഉള്ളതിന് അവർ തന്നെ എടുക്കുകയാണ് നല്ലത്. പിന്നെയുള്ളത് നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനത്തിൻ്റെ ഇഫക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ഭാവിയിൽ അത് ഗ്രഹിക്കുകയും അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം. കാരണം സിമിലറായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ഗുണം ചെയ്യും. നിങ്ങൾ എത്ര വേഗത്തിലാണ് ഒരു തീരുമാനം എടുത്തത്, അതിൻ്റെ ഫലം എന്തായിരുന്നു, അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, ദോഷമാണോ അതോ ഗുണമാണോ കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്വീകരിക്കാവുന്ന തന്ത്രങ്ങൾ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി നാം സ്വീകരിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു തീരുമാനത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമല്ല, ആ തീരുമാനങ്ങൾ നമ്മൾ എത്ര രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, എത്ര രീതിയിൽ നമ്മൾ ഹൃദയത്തോട് ഹോൾഡ് ചെയ്യുന്നു, അതനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളൊരു തീരുമാനം എപ്പോഴും സ്പീഡ് ആൻഡ് ആക്യുറസി, ഒരു ബാലൻസിങ് ആണ് വേണ്ടത്. ഒരു 70% ആക്യുറേറ്റ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോവുകയും 30% നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ 100% എല്ലാ ലൈറ്റും കത്തിയതിന് ശേഷം മുന്നോട്ട് പോകൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് ചലിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ബാലൻസിങ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ആക്യുറസി. നമുക്ക് ഇന്ന് പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയായിട്ട് നോക്കാം. ആദ്യം പ്രാധാന്യമാണ് പറഞ്ഞത്. അതുണ്ടാകുന്ന തീരുമാനത്തിൽ നിന്ന് കോസ്റ്റ് ആൻഡ് സ്പീഡ് അത് എന്താണ് എന്ന് പറഞ്ഞു. മണി ലവ്സ് സ്പീഡ് എന്നുള്ള തന്ത്രം കൂടെ നിങ്ങൾ ആശയക്കുഴപ്പമുണ്ട്. വേഗത്തിൽ തീരുമാനമെടുക്കണോ അതോ പതുക്കെ തീരുമാനിക്കണോ, അത് തീരുമാനം എടുക്കണ്ടേ എന്നുള്ള ആശയക്കുഴപ്പം അത് പരിഹരിക്കുക. പിന്നെ 3 ചട്ടക്കൂടാണ് ഇവിടെ പറഞ്ഞത്. കുറഞ്ഞ അപകട സാധ്യതയുള്ളത് 1 മണിക്കൂറിനകത്തും, ഇടത്തര അപകട സാധ്യതയുള്ളത് 1 ദിവസത്തിനകത്തും, ഉയർന്ന അപകട സാധ്യതയുള്ളത് 10 ദിവസം മുതൽ ഒരു 3 മാസത്തിനകത്തും നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. പിന്നെയുള്ളത് 5 ടിപ്സ് അല്ലെങ്കിൽ 5 തന്ത്രങ്ങൾ പറഞ്ഞു. ഇമ്പാക്റ്റ് ലെവൽ മനസ്സിലാക്കുക, സമയപരിധി നിശ്ചയിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിക്കണം. നമ്മളെ തീരുമാനത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്നിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ തീരുമാനത്തിൽ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. വിശ്വസിക്കുക മാത്രമല്ല, ആ തീരുമാനത്തെ നടപ്പാക്കി എടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാക്കണം. നമ്മൾ മറ്റുള്ളവർ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ളവരെ അതിനു വേണ്ടി നിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഫ്രീ ആകാൻ പറ്റും. പിന്നെ നമ്മളുടെ പ്രീവിയസ് തീരുമാനങ്ങളിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.